10 മാസത്തെ ജീവിതത്തിനിടയിൽ 4 പേർക്ക് പുതുജീവൻ നൽകി ലോകം വിട്ടുപോയ കുഞ്ഞുമാലാഖ ആലിൻ ഷെറിനെ പ്രേക്ഷകർ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ടാവും. ആലിൻ്റെ കരളിൽ നിന്നും പുതുജീവൻ ലഭിച്ച ദ്രിയാമോൾ അവൾ മിടുക്കിയായിട്ടിരിക്കുന്നു. അവളെ കാണാൻ ഇന്നലെ ആലിൻ്റെ മാതാപിതാക്കളെത്തി. സ്വന്തം മകളുടെ ഓർമ്മകൾ ചേർത്തു പിടിച്ചൊരച്ഛനും അമ്മയും ഒരേ സമയം വിങ്ങലും സന്തോഷവുമായി. ഞാനെപ്പോഴും പ്രേക്ഷകരോട് പറയാറുണ്ട്, ഈ ജീവിതം ധന്യമാവുന്ന ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ പുഞ്ചിരിയും കൂട്ടിമുട്ടുന്ന ദിവസമാണ്. തിരുവനന്തപുരത്ത് കിംസ് ആശുപത്രി നടത്തിയ സംഗമത്തിലായിരുന്നു ഈ മനോഹരമായ കൂടിക്കാഴ്ച. കരൾ പിടയുന്നൊരു കാഴ്ച. കുഞ്ഞ് ആലിന്റെ കരളിന്റെ തുടിപ്പ് വീണ്ടും അവർ അറിഞ്ഞു. 10ാം മാസത്തിൽ പൊലിഞ്ഞ ആലിൻ ഷെറിന്റെ കരളിൽ നിന്ന് പുതുജന്മം നേടിയ 6 മാസം പ്രായമുള്ള ദ്രിയ കളിചിരിയോടെ എത്തി. കുഞ്ഞിനെ വാരിപ്പുണർന്ന് ഉമ്മ വെച്ച് ആലിന്റെ മാതാപിതാക്കളായ ഷെറിനും അരുണും. മാസം മുൻപാണ് അവയവദാനം നടന്നത്. തന്റെ മകളുടെ കരൾ നൽകിയ കുഞ്ഞിനെ ആദ്യമായാണ് ഇരുവരും കണ്ടത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ സംഘടിപ്പിച്ച കരൾ സ്വീകരിച്ചവരുടെയും പകുത്തു നൽകിയവരുടെ കുടുംബങ്ങളുടെയും ഒത്തുചേരലാണ് വൈകാരികമായ കൂടിക്കാഴ്ചയ്ക്ക് വേദിയായത്. മല്ലപ്പള്ളിയിലെ ആലിനും മാതാപിതാക്കളും സഞ്ചരിച്ചിരുന്ന കാർ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 5-നാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ആലിന് ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ചു. വീട്ടുകാർ അവയവദാനത്തിന് തയ്യാറായതോടെ കരളും കാത്തിരുന്ന നെയ്യാറ്റിൻകര സ്വദേശികളായ ബൈജുവിന്റെയും വിദ്യയുടെയും 6 മാസം പ്രായമായ മകൾക്ക് ലഭിക്കുകയായിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ആ കാഴ്ച വല്ലാത്തൊരു കാഴ്ചയല്ലേ. ജീവിതത്തിൽ സ്വന്തം മകൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴും ആ മകളുടെ കരള് മറ്റൊരു മകളിൽ തുടിക്കുന്നു. ആ തുടിക്കുന്ന ആ കരളുമായി ആ മോള് എന്നെ നോക്കി ചിരിക്കുന്നു എന്ന് കാണുന്നതിലും വലിയ സന്തോഷമില്ലല്ലോ. ഞാൻ നിന്നിലും ജീവിക്കുന്നു, എൻ്റെ മകൾ അവളിൽ ജീവിക്കുന്നു എന്നുള്ളൊരു തോന്നലല്ലേ, വല്ലാത്തൊരു നിമിഷമാണ്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുറേയേറെ നല്ല നിമിഷങ്ങളുണ്ട്. നമ്മളൊക്കെ മനസ്സ് വെച്ചാൽ അതൊക്കെ സാധ്യമാവും. അവയവദാനം നിശ്ചയമായും നിങ്ങൾ തീരുമാനിച്ചിരിക്കണം. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ടാൽ നിങ്ങളുടെ മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷമുള്ള അവയവങ്ങൾ മറ്റുള്ള മനുഷ്യർക്ക് ജീവിതമാവട്ടെ.